പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും എന്നാൽ അവയെ പരിചരിക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒന്നും സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറ്റിയുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. വളരെ ഭംഗിയുള്ള ചെടികളാണ് ഫിലോഡെൻഡ്രോൺ വർഗത്തിൽപ്പെട്ടത്. വളരെ ആഡംബര സ്വഭാവമുള്ള ചെടികളാണ് ഫിലോഡെൻഡ്രോൺ ചെടികൾ. വീടിൻ്റെ അകത്തളങ്ങളിലും അതുപോലെ നേരിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ് ഈ ഒരു ചെടി. ഒട്ടനവധി വെറൈറ്റീസ് ഉള്ള ഈ ഒരു ചെടിയെ കൂടുതൽ വെള്ളമൊഴിക്കാനും കൂടുതൽ പരിചരണവും ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ ഭംഗിയോടെ വളരുന്ന ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ചുമരിലും മറ്റും പടർന്നു കയറാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഈ ഒരു ചെടിക്ക് നമ്മളെപ്പോഴും ഒരു കമ്പ് സപ്പോർട്ടായിട്ട് കൊടുക്കണം. ഓവർ വാട്ടറിങ് ഈ ചെടിയെ നശിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും കെയറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചെടിയുടെ ഒട്ടനവധി കളക്ഷൻ വാങ്ങി വളർത്തിയാൽ തന്നെ നല്ലൊരു ഗാർഡൻ ഒരുക്കിയെടുക്കാം. ഈ ഒരു ചെടിയുടെ പേരാണ് ഫിലോഡെൻഡ്രോൺ ലൈം ലെമൺ. ഇതിൻ്റെ തളിരിലകൾക്ക് ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. ഈ ഒരു ചെടിയെ നമുക്ക് കമ്പ് മുറിച്ച് നട്ടെടുക്കാം. ഈ ഒരു ചെടിയും ഫിലോഡെൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് വളരെ ഭംഗിയാണ്. മനോഹരമായ ഇലകളും നീളൻ കൂടിയ തണ്ടുകളുമായ ഈ ഒരു ചെടി വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ വെക്കാൻ വളരെ ഭംഗിയുള്ളതാണ്. ഇലകളുടെ വ്യത്യസ്തമായ രൂപഭാവങ്ങൾ തന്നെയാണ് ഈ ചെടിയെ മറ്റുള്ള ചെടിയിൽ നിന്നും വ്യത്യസ്തന്മാരാക്കുന്നത്. ഈ ഒരു ചെടി ചുമരിൽ വളർന്നു കയറുന്ന ടൈപ്പല്ല. ചട്ടി നിറയെ പടർന്നു പിടിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. അടിഭാഗത്ത് തന്നെ തൈകൾ ഉണ്ടായി മാറുന്ന രീതിയാണ് ഈ ഒരു ഐറ്റം ചെടിക്കുള്ളത്. ഈ ഒരു ചെടിയുടെ വളർച്ച വളരെ സ്ലോ ആയിട്ടാണ് കാണുന്നത്. കൂടുതൽ തൈകളൊന്നും പെട്ടെന്ന് പൊട്ടിവരുന്ന ടൈപ്പല്ല. ഇനി ഫിലോഡെൻഡ്രോണിൽപ്പെട്ട മറ്റൊരു ഐറ്റമാണിത്. വളരെ ഭംഗിയുള്ള ചെടിയാണ്. നല്ല റെഡ് കളറ് തണ്ടുകളും അതുപോലെ തന്നെ തളിരിലകൾക്ക് ഇതുപോലെ നല്ല ഡാർക്ക് കളറും വരുന്ന വ്യത്യസ്തമായ ഒരു ചെടിയാണ്. നീളൻ ഇലകളാണ് ഇതിനുള്ളത്. ഇലകൾ മൂപ്പെത്തിയാൽ നല്ല ഗ്രീൻ കളറായി മാറും. ഈ ഒരു ചെടിയും നമ്മൾ ഷെയ്ഡിൽ വെച്ചാണ് വളർത്തേണ്ടത്. കൂടുതൽ വെള്ളം തട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഇത് ചീഞ്ഞു പോവാൻ ഇടയുണ്ട്. വേനൽക്കാലത്ത് ഞാൻ അതിനെ പുറം ഭാഗത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ അകത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ഭംഗിയോടെ വളരുന്ന ഈ ഒരു കളർഫുൾ ഫിലോഡെൻഡ്രോണും നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താം. ഈ ഒരു ടൈപ്പും പടർന്നു കയറാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു ചെടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടുന്ന സമയത്ത് നമ്മൾ ഒരു കമ്പ് ചട്ടിയിൽ പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഫിലോഡെൻഡ്രോൺ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് മോൺസ്റ്റേറ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് എനിക്ക് പുതുതായി ലഭിച്ചതാണ്. ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു ചെടിയായിരുന്നു. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ചതാണ്. കിട്ടിയ മുതൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഇതൊന്ന് പിടിച്ച് വളർന്ന് കിട്ടണം. ഇതിൻ്റെ ഇലകളുടെ ഒരു ഭംഗി തന്നെയാണ് ഈ ഫിലോഡെൻഡ്രോൺ ചെടികളെ നമ്മളെ ആകർഷിക്കുന്നത്. അതുമാത്രവുമല്ല, ഫിലോഡെൻഡ്രോൺ ചെടികളെ നമുക്ക് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആയി വളർത്താൻ പറ്റും എന്നുള്ളതാണ് വലിയ ഒരു കാര്യം. ഈ ഒരു മോൺസ്റ്റേറ ചെടിയുടെ തണ്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, വലിയ ഗ്ലാസ് ജാറുകളിൽ
ഇതിൻ്റെ ഇല തണ്ടോട് കൂടി മുറിച്ച് വെച്ച് ചുറ്റും പെബിൾസ് ഒക്കെ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫിലോഡെൻഡ്രോൺ ചെടി തന്നെയാണ് ഇതും. കൈവിരലുകൾ പോലെയാണ് ഇതിൻ്റെ ഒരു രീതി. ഈ ഒരു ചെടിയും ഞാൻ പുതുതായി വാങ്ങിച്ച് നട്ടതേയുള്ളൂ. പുതിയ നാമ്പുകളൊക്കെ വന്നു തുടങ്ങി, ഉഷാറായി വരുന്നുണ്ട്. ഈ ഒരു ചെടിയെ നടുന്ന സമയത്ത് ചകിരിച്ചോറ് ചേർക്കാതെ നമ്മൾ നട്ടു കൊടുക്കുന്നതാണ് നല്ലത്. ഈർപ്പം കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറ് ഒഴിവാക്കി നട്ടു കൊടുക്കുക. വളരെ ഭംഗിയോടെ നിരനിരയായി വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെടിയാണ് ഈ ഒരു ഐറ്റം. ഈ ഒരു ചെടിയെ നമുക്ക് കൊക്കടാമ രൂപത്തിലും വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപോലെയുള്ള ചട്ടികളിൽ ഒരു ഭാഗം മൊത്തം ഫില്ല് ചെയ്ത് വളരെ മനോഹരമാക്കി നിർത്തി വളർത്താൻ പറ്റിയ ഒരു ടൈപ്പ് ഫിലോഡെൻഡ്രോൺ ആണ് ഈ ഒരു ചെടി. വീടിൻ്റെ വെയിൽ തട്ടാത്ത ഏതെങ്കിലും ഭാഗം നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ പച്ചപ്പ് വളരെ ഭംഗിയോടെ നിലനിർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു ഐറ്റം ഫിലോഡെൻഡ്രോൺ. ഓവർ വാട്ടറിങ് ഇഷ്ടപ്പെടാത്ത ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വിരൽ കൊണ്ട് മണ്ണ് പരിശോധിച്ചതിന് ശേഷം ഡ്രൈ ആയെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ലാതെ കൂടുതൽ രോഗങ്ങളൊന്നും വരാത്ത ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഇലകളെ പുഴുക്കൾ ഭക്ഷിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഇലകൾ നമ്മൾ വെട്ടി ഒഴിവാക്കുക. ഇത്രമാത്രം ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി സാൻസവേരിയ കഴിഞ്ഞാൽ ഈ ഒരു ഫിലോഡെൻഡ്രോൺ മാത്രമാണ്. ഇത്രയും മികവുറ്റ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ നിർബന്ധമായും നമ്മൾ വളർത്തിയെടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും കാണുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.